നോർവേയിലെ ഓസ്ലോ നഗരത്തിന് പുറത്ത് ബൈക്ഡോയ് എന്ന ഉപദ്വീപിലുള്ള നോർവീജിയൻ മ്യൂസിയം ഓഫ് കൾച്ചറൽ ഹിസ്റ്ററിയിലൂടെ സഞ്ചാരം തുടരുകയാണ് ഞാൻ. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള നോർവേയുടെ ജീവിതം പുനഃസൃഷ്ടിച്ചിരിക്കുന്ന മ്യൂസിയം. ഇത് പണ്ടത്തെ ഒരു പലചരക്ക് കട പുനരവതരിപ്പിച്ചിരിക്കുന്നതാണ്. അതൊന്ന് കാണാൻ കയറി. ഒരു കച്ചവടക്കാരിയുണ്ട് ഇവിടെ. നോർവീജിയൻ പരമ്പരാഗത വേഷമായ ബുണാഡ് ധരിച്ചാണ് നിൽപ്പ്. ഒരു നൂറ്റാണ്ട് മുൻപ് നോർവേയുടെ പട്ടണങ്ങളിലെ പലചരക്ക് കട ഇങ്ങനെ തന്നെയായിരുന്നു. ടൂറിസ്റ്റുകൾക്ക് ഇപ്പോഴും ഇവിടെ നിന്ന് മധുരപലഹാരങ്ങളും മറ്റും വാങ്ങാം. അന്നത്തെ ത്രാസും തൂക്കുകട്ടികളും, വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ എത്തിയിരുന്ന പെട്ടികൾ, അറബി നാടുകളിൽ നിന്ന് ഒലിവും ഈന്തപ്പഴവും എത്തിയിരുന്ന ടിന്നുകൾ, ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും വരെ 2 നൂറ്റാണ്ട് മുൻപ് തന്നെ നോർവേയിൽ തേയിലയും സുഗന്ധവ്യഞ്ജനങ്ങളുമെല്ലാം എത്തിയിരുന്നു. പഴയ കടകളിൽ നിന്നും ശേഖരിച്ചതാണ് ഈ കടയിൽ നിരത്തിയിരിക്കുന്ന ഉൽപ്പന്നപ്പെട്ടികളും ഉപകരണങ്ങളും. അമേരിക്കയിൽ നിർമ്മിച്ച ഒരു ക്യാഷ് ടെല്ലർ മെഷീനാണ് ഇത്. പഴയകാലത്ത് ബില്ലടിച്ചിരുന്ന യന്ത്രം. മാംസവും മുട്ടയും മധുരപലഹാരങ്ങളും വീഞ്ഞുമെല്ലാം 1 നൂറ്റാണ്ടിനു മുൻപും ഇവിടെ ഒരു കടയിൽ നിന്നും വാങ്ങാമായിരുന്നു. നോർത്ത് സ്റ്റേറ്റ് സിഗരറ്റിന്റെ ഒരു പരസ്യം. പാലും പാലുൽപ്പന്നങ്ങളുമെല്ലാം ടിന്നിലടച്ച് വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. ചൈനയിൽ നിന്നുള്ള തേയിലപ്പെട്ടികൾ. ഈ കട ഇങ്ങനെ കാണുക മാത്രമല്ല, പുതിയ കാലത്തെ ചോക്ലേറ്റും മറ്റും ഇവിടെ നിന്ന് വാങ്ങുന്നുമുണ്ട് ആളുകൾ. കടയിൽ നിന്നിറങ്ങി. പലചരക്ക് കടയുടെ പുറത്തു നിന്നുള്ള കാഴ്ച ഇതാണ്. ഇവിടെ നിന്നും ഇനി ശരിക്കുമുള്ള നോർവീജിയൻ ഗ്രാമീണ കാഴ്ചകളിലേക്കാണ് നടക്കുന്നത്. നോർവേയുടെ ഉൾഗ്രാമങ്ങളിലെ കാർഷിക ഭവനങ്ങൾ എങ്ങനെയായിരുന്നെന്ന് ഇവിടെ നിന്ന് കണ്ടറിയാം. ഗ്രാമങ്ങളിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായിരുന്ന വീടുകൾ പലതിനെയും പൊളിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പുനഃസൃഷ്ടിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ പല കെട്ടിടങ്ങൾ ചേർന്നതാണ് ഒരു കർഷക ഭവനം. നമ്മുടെ നാട്ടിലേതുപോലെ ഒറ്റ കെട്ടിടമല്ല. കുടുംബാംഗങ്ങൾക്ക് പാർക്കാൻ ഒരു മരക്കെട്ടിടം, ആടിനും പശുവിനും വേണ്ടി വെവ്വേറെ കെട്ടിടങ്ങൾ, കുതിരയ്ക്ക് മറ്റൊരു വീട്, ധാന്യങ്ങൾ സൂക്ഷിക്കാൻ ഒരു കെട്ടിടം, പണിയായുധങ്ങൾ വയ്ക്കാൻ മറ്റൊന്ന് എന്നിങ്ങനെ പോകുന്നു ഒരു കർഷക ഭവനത്തിലെ കെട്ടിടങ്ങൾ. തെക്കുകിഴക്കൻ നോർവേയിലെ കടൽ തീരവും മലമ്പ്രദേശവും ഒത്തുചേരുന്ന ടെലിമാർക്ക് കൗണ്ടിയിൽ നിന്നുമാണ് ഈ വീടുകൾ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നത്. പരമ്പരാഗതമായി കാർഷിക വൃത്തിയും മത്സ്യബന്ധനവും ഉപജീവനമാർഗമാക്കിയ ജർമാനിക് ഗോത്രജനത വസിച്ചു വന്ന നാടാണ് ടെലിമാർക്ക്. ഈ കെട്ടിടം കർഷക കുടുംബത്തിന്റെ കന്നുകാലി തൊഴുത്താണ്. അതിനപ്പുറം ഇക്കാണുന്നത് ധാന്യപ്പുരയാണ്. തൂണുകളിൽ നിലത്തുനിന്നും ഉയർന്നു നിൽക്കുന്ന രീതിയിൽ പണിതിരിക്കുന്നവ ധാന്യപ്പുരകളാണെന്ന് മനസ്സിലാക്കണം. അപ്രതീക്ഷിത വെള്ളപ്പൊക്കമുണ്ടാവുന്ന പ്രദേശമാണ് ടെലിമാർക്ക്. അതാണ് ധാന്യപ്പുരകൾ ഉയർത്തി നിർമ്മിക്കാൻ കാരണവും. ഇങ്ങനെ മരക്കെട്ടിടങ്ങൾ പലതുണ്ട്. ഇതാണ് ഫാം ഹൗസ്. ഇക്കാണുന്നത് കുടുംബത്തിന്റെ ഗസ്റ്റ് ഹൗസാണ്. അതിഥികളെ സ്വീകരിച്ചിരുന്നതും അവർക്ക് താമസമൊരുക്കിയിരുന്നതും ഇവിടെയാണ്. വലിയ തടികൾ അടുക്കി നിർമ്മിച്ച കെട്ടിടം തന്നെയാണിതും. ടെലിമാർക്കിലെ അക്കർഹൗഗൻ ഫാമിലി 1800-ൽ നിർമ്മിച്ച ഗസ്റ്റ് ഹൗസായിരുന്നു ഇത്. 1910-ൽ ഇത് അവിടെ നിന്നും പൊളിച്ചുകൊണ്ടുവന്ന് കൾച്ചറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ സ്ഥാപിക്കുകയായിരുന്നു. കപ്പേലൻ ഗസ്റ്റ് ഹൗസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. തടിച്ചുവരുകൾ മ്യൂറലുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. പഴയകാലത്ത് നോർവേയിലെ കാർഷിക ഗ്രാമങ്ങളിൽ വീടിനോട് ചേർന്ന ഗസ്റ്റ് ഹൗസാണ് ഈ വിധം ഏറ്റവും ആകർഷകമാക്കിയിരുന്നത്. ലോഫ്റ്റ് അഥവാ സ്റ്റോർ ഹൗസ് ഇതാണ്. ടെലിമാർക്കിലെ ഹോവിൻ മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട ഒരു ഗ്രാമത്തിൽ നിന്നാണ് 1 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ സ്റ്റോർ ഹൗസ് ഇവിടേക്ക് കൊണ്ടുവന്നത്. 2 നിലകളിലായിട്ടാണ് സ്റ്റോർ ഹൗസിന്റെ നിർമ്മാണം. താഴെയുള്ള നിലയിലായിരുന്നു ധാന്യങ്ങളും മറ്റും സൂക്ഷിച്ചിരുന്നത്. മുകൾ നിലയിൽ ആളുകൾ താമസിക്കുകയും ചെയ്തിരുന്നു. നല്ല അടച്ചുറപ്പോടുകൂടി തന്നെയാണ് സ്റ്റോർ ഹൗസ് പണിതിരുന്നത്. ഇവിടെ താരതമ്യേന ചെറിയൊരു സ്റ്റോർ ഹൗസ് ഉണ്ട്. 1600-നും 1700-നും ഇടയിലായിരുന്നു ഈ സ്റ്റോർ ഹൗസിന്റെ നിർമ്മാണമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ബുസ്കുറെറ്റ് കൗണ്ടിയിലെ ഹോൾ എന്ന സ്ഥലത്തു നിന്നും ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണിത്. ടൈറി ഫ്യോഡൻ എന്ന തടാകത്തിന്റെ തീരത്തെ കർഷക ഗ്രാമമാണ് ഹോൾ.
ഹാലിംഗ്ഡാൽ എന്ന താഴ്വാര ഗ്രാമത്തിൽ നിന്നുള്ള ഒരു കർഷക ഭവനമാണ് ഇവിടെ പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു വീടെന്നാൽ മരക്കെട്ടിടങ്ങളുടെ ഒരു കോംപ്ലക്സ് തന്നെ. ഇത് ഹാലിംഗ്ഡാലിലെ ലോഫ്റ്റ് ആയിരുന്നു, സ്റ്റോർ ഹൗസ്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിലാണ് ഈ കെട്ടിടങ്ങളെല്ലാം യഥാർത്ഥമായി നിലനിന്ന സ്ഥലത്തു നിന്നും പൊളിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചത്. 1600-കൾ മുതൽ നോർവേയിലെ കർഷക ഭവനങ്ങൾ ഓരോ ചെറു കമ്മ്യൂണിറ്റികൾ തന്നെയായി രൂപപ്പെടുകയാണുണ്ടായത്. കർഷക കുടുംബങ്ങളാണ് അവിടെ പാർത്തിരുന്നത്. ഓരോ കുടുംബത്തിനും വലിയ തോതിൽ ഭൂസ്വത്തുണ്ടായിരുന്നു. കൃഷിയിടത്തിന് നടുവിൽ 12 മുതൽ 20 വരെ മരക്കെട്ടിടങ്ങളുടെ കോംപ്ലക്സ് ആയിരുന്നു ഒരു കർഷക ഭവനം. അതിൽ പ്രധാന കുടുംബത്തിന്റെ വീട്, അവരുടെ വൃദ്ധ മാതാപിതാക്കൾക്കുള്ള വീട്, ഭൃത്യർക്കുള്ള താമസയിടങ്ങൾ, പശുത്തൊഴുത്ത്, ആട്ടിൻകൂട്, കുതിരലായം, ധാന്യപ്പുര, കാവൽപ്പുര, ഗസ്റ്റ് ഹൗസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടു. ഈ വീടുകളെല്ലാം കുടുംബത്തിലെ അംഗങ്ങൾ ചേർന്ന് പുറത്തുനിന്നുള്ള തൊഴിലാളികളുടെ ഒന്നും സഹായമില്ലാതെയാണ് നിർമ്മിച്ചിരുന്നത്. പൈൻമരങ്ങൾ വെട്ടിവീഴ്ത്തി മഴുകൊണ്ട് തന്നെ മിനുക്കി അടുക്കി വെച്ചുണ്ടാക്കുന്ന വീടുകൾ. കുടുംബത്തിന് കഴിഞ്ഞുകൂടാനുള്ള എല്ലാം തന്നെ അവർ സ്വയം നിർമ്മിച്ചെടുത്തിരുന്ന കാലം. ചെമ്മരിയാടിന്റെ രോമം വെട്ടിയെടുത്തിരുന്നതും അത് കടഞ്ഞ് നൂലാക്കിയിരുന്നതും അതുകൊണ്ട് വസ്ത്രങ്ങൾ നെയ്തിരുന്നതുമെല്ലാം അവർ തന്നെ. ആടിന്റെയും പശുവിന്റെയും തോല് സംസ്കരിച്ചെടുത്ത് ഷൂസും കിടക്കവിരിയും വരെ അവരുണ്ടാക്കി. ചുരുക്കത്തിൽ സ്വയം സമ്പൂർണമായിരുന്നു ഇത്തരത്തിലുള്ള ഓരോ കർഷക ഭവനവും. 1650-കളിലെ സ്റ്റോർ ഹൗസുകളാണ് ഇതെല്ലാം. ധാന്യങ്ങളും പണിയായുധങ്ങളും സൂക്ഷിക്കുക എന്നതായിരുന്നു വീടിനോടനുബന്ധിച്ചുള്ള ഇത്തരം സ്റ്റോർ ഹൗസിന്റെ ലക്ഷ്യം. ആ കെട്ടിടങ്ങൾ ഇങ്ങനെ നിലത്തുനിന്നും അല്പം ഉയർത്തിയാണ് പണിയുക. നിർമ്മാണ രീതി കാണുക. അടിയിൽ തൂണുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ചട്ടം കൂട്ടി അതിനു മുകളിലെ മരക്കാലിൽ നിശ്ചിത ഉയരമിട്ടാണ് കെട്ടിടം പണിതിരിക്കുന്നത്. വെള്ളപ്പൊക്കത്തിൽ നിന്നും ക്ഷുദ്രജീവികളുടെ ഉപദ്രവത്തിൽ നിന്നും സ്റ്റോറിൽ സംഭരിക്കുന്ന വസ്തുക്കളെ സംരക്ഷിക്കുക എന്നത് തന്നെയായിരുന്നു ഇത്തരമൊരു നിർമ്മാണ രീതിയുടെ ലക്ഷ്യം. നോർവീജിയൻ ഗ്രാമീണ വീട് നിർമ്മാണത്തിന് പൊതുവായ ഒരു ശൈലിയുണ്ട്. കേരളത്തിലേതുപോലെ ഒരു തച്ചുശാസ്ത്രം ഇവർക്കുണ്ടായിരുന്നു. പൊതുവെ ഒരു പരുക്കൻ ഭാവമാണെങ്കിലും സൗകര്യമാർന്നതും അടച്ചുറപ്പുള്ളതുമായിരുന്നു വീടുകളെല്ലാം. 1700 കാലത്ത് കർഷക ഭവനത്തോട് ചേർന്നുണ്ടായിരുന്ന ആട്ടിൻകൂടാണിത്. ഉയരം കുറഞ്ഞ ഈ കെട്ടിടം തൊഴുത്തായിരുന്നു. അതിനപ്പുറം കുതിരലായം. 2 നില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലായിരുന്നു കുതിരകൾ. മുകൾ നിലയിൽ ആളുകൾ താമസിക്കുകയും ചെയ്യും. മഞ്ഞുകാലത്തെ സംരക്ഷണത്തിനാണ് കുതിരകളെയും പശുക്കളെയും ആടുകളെയുമെല്ലാം ഇത്തരം കെട്ടിടങ്ങളിലാക്കിയിരുന്നത്. വേനൽക്കാലത്ത് അവയെ തൊടിയിലെ മരവേലിക്കുള്ളിൽ സൂക്ഷിക്കുന്നതായിരുന്നു പതിവ്. തൊഴുത്തിന്റെ അകമൊന്ന് കാണാൻ ഞാൻ കയറുകയാണ്. ഇതാണ് തൊഴുത്ത്. നീളമേറിയ ഒരു കെട്ടിടം. തറയിലും ചെത്തുമിനുക്കിയ മരത്തടികൾ പാകിയിരിക്കുന്നു. ഇതെല്ലാം ഹാലിംഗ്ഡാൽ താഴ്വരയിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവന്ന കെട്ടിടങ്ങളാണ്. ഒരു കർഷക ഭവനത്തിന്റെ ഭാഗമായിരുന്നു ഇത്രയേറെ കെട്ടിടങ്ങളെന്നോർക്കണം. 600 വർഷം വരെ പഴക്കമുള്ള മരവീടുകൾ ഇപ്പോഴും പല ഗ്രാമങ്ങളിലും കേടുപാടുകൾ കൂടാതെ നിലനിൽക്കുന്നുണ്ടെന്നതാണ് കൗതുകകരമായ ഒരറിവ്. വീടിന്റെ മേൽക്കൂര കാണുക. അതിൽ പുല്ലു വളരുന്നു. തടിമേൽക്കൂരയ്ക്ക് മേൽ പരന്ന കല്ലുകൾ നിരത്തി മണ്ണിട്ട് അതിൽ പുല്ലു വളർത്തുന്നതായിരുന്നു പണ്ടത്തെ രീതി. എല്ലാ വീടുകളുടെയും മുകളിൽ കാണാം പുല്ലു വളരുന്നത്. ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു സാങ്കേതിക വിദ്യയായിരുന്നു അത്. പുല്ല് മേൽക്കൂരയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഹാലിംഗ്ഡാൽ ഗ്രാമത്തിൽ നിന്നു കൊണ്ടുവന്ന വീടുകളാണ് ഇതെല്ലാം. അവിടെ നിന്നും വീണ്ടും നടക്കുകയാണ്. അന്നത്തെ കൃഷിയിടങ്ങളും അതിൻ്റെ വേലിക്കെട്ടുകളുമെല്ലാം പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് ഒരു ഫാം ഹൗസാണ്. ഫാം ഹൗസിലായിരിക്കും കുടുംബത്തിലെ പ്രധാന അംഗങ്ങൾ വസിക്കുക.
അതുകൊണ്ട് തന്നെ ഒരു കർഷക ഭവനത്തിലെ ഏറ്റവും വലിയ കെട്ടിടവും അതായിരിക്കും. ഓസ്ലാൻഡറ്റിൽ നിന്നും പൊളിച്ചുകൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾക്കരികിലേക്കാണ് ഇപ്പോൾ നടന്നെത്തിയിരിക്കുന്നത്. കിഴക്കൻ നോർവേയാണ് ഓസ്ലാൻഡറ്റ് എന്നറിയപ്പെടുന്നത്. അവിടുത്തെ അക്കർഷൂസ്, ഓസ്റ്റ്ഫോൾഡ്, വെസ്റ്റ്ഫോൾഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ കെട്ടിടങ്ങൾ ഇവിടേക്കെത്തിച്ചത്. മുകൾ നിലയിലേക്ക് മുറ്റത്തുനിന്നും റാമ്പുകൾ പണിതുവച്ചിരിക്കുന്നു. നോർവേയുടെ വലിയ കാർഷിക പ്രദേശങ്ങളായിരുന്നു ഓസ്ലാൻഡറ്റിൽ ഉണ്ടായിരുന്നത്. ധാന്യം സൂക്ഷിക്കാൻ വലിയ സൗകര്യങ്ങൾ ആവശ്യമായി വന്നതോടെയാണ് സ്റ്റോർ ഹൗസിന്റെ രൂപം ഈ വിധം മാറിയത്. ബാർലിയും ഗോതമ്പും വലിയ തോതിൽ അവിടെ കൃഷി ചെയ്തിരുന്നു. കുതിരയും പശുവും ആടുകളുമായി വലിയ മൃഗസമ്പത്തും അവിടങ്ങളിലുള്ളവർക്ക് ഉണ്ടായിരുന്നു. ഭൂപ്രകൃതിയും അതേവിധം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. നോർവേയുടെ യഥാർത്ഥ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരനുഭവം എനിക്കിവിടെ നിന്നും ലഭിക്കുന്നു. ഉന്തുവണ്ടികളിൽ ധാന്യച്ചാക്കുകൾ സ്റ്റോർ ഹൗസിന്റെ മുകൾ നിലയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം റാമ്പുകൾ പണിതത്. അതിലൂടെ ഉരുട്ടിക്കയറ്റിയിരുന്ന ഒരു വണ്ടിയും ഇവിടെ കാണാം. ധാന്യം നിറച്ച ചാക്കുകൾ അടുക്കിയ ഈ വണ്ടി കുടുംബാംഗങ്ങൾ ചേർന്ന് തള്ളിയും വലിച്ചുമാണ് സ്റ്റോർ ഹൗസിന്റെ മേൽത്തട്ടിലേക്ക് എത്തിച്ചിരുന്നത്. 150 പുരാതന കെട്ടിടങ്ങളാണ് നോർവേയുടെ പല ഗ്രാമങ്ങളിൽ നിന്നും പൊളിച്ചെടുത്തുകൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ൽ നോർവീജിയൻ ചരിത്രകാരനും ഓസ്ലോയിൽ ലൈബ്രറിയനുമായിരുന്ന ഹാൻസ് ആൽ ആണ് ഈ മ്യൂസിയം സ്ഥാപിക്കുന്നത്. ലോകത്തെ ആദ്യ ഓപ്പൺ എയർ മ്യൂസിയമാണ് ഇതെന്ന പ്രത്യേകതയുമുണ്ട്. കൃഷിയിടങ്ങളുടെ വേലിക്കെട്ടുകൾ പോലും ഗ്രാമങ്ങളിലുള്ളത് അതേപടി പുനരാവിഷ്കരിച്ചിരിക്കുകയാണിവിടെ. യൂറോപ്പിലും ഇങ്ങനെ വേലിക്കെട്ടും ചെറുവീടുകളുമുള്ള ഗ്രാമങ്ങളുണ്ടെന്നത് നമ്മിൽ പലർക്കും പുതിയ അറിവായിരിക്കും. 17-ാം നൂറ്റാണ്ടിൽ വെസ്റ്റ് അഗ്ഡറിലുണ്ടായിരുന്ന ഒരു സ്റ്റോർ ഹൗസാണ് ഇക്കാണുന്നത്. ഒരു വിളവെടുപ്പ് കാലം മുതൽ മറ്റൊരു വിളവെടുപ്പ് കാലം വരെ കുടുംബത്തിനാവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുന്ന ഇടമായിരുന്നു സ്റ്റോർ ഹൗസുകൾ. അതുകൊണ്ട് തന്നെ കർഷക ഭവനത്തിൽ സ്റ്റോർ ഹൗസിന് വലിയ പ്രാധാന്യവുമുണ്ടായിരുന്നു. ധാന്യം, ധാന്യപ്പൊടി, ഉണക്കി സൂക്ഷിക്കാവുന്ന കായ്കനികൾ എന്നിവ മാത്രമല്ല, ഉണക്കിയ മത്സ്യവും മാംസവും ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളെല്ലാം അതിൽ സൂക്ഷിക്കുന്നതായിരുന്നു പതിവ്. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 99544422. മുന്നോട്ട് നടക്കുമ്പോൾ വെളുത്ത ചായം പൂശിയ മേൽക്കൂരയിൽ പച്ചപ്പുല്ല് വളർന്നു നിൽക്കുന്ന മറ്റൊരു ഫാം ഹൗസ് കാണുന്നു. നോർവേയുടെ കടൽത്തീര ഗ്രാമമായ യാറനിൽ നിന്ന് കൊണ്ടുവന്ന വീടാണിത്. 17-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്താണ് യാറനിൽ ഇത്തരം വീടുകൾ വ്യാപകമായത്. കാറ്റ് വീശുന്ന ദിശയിൽ അതിനെ പ്രതിരോധിക്കാനായി കല്ലുകളടുക്കി മതിൽ തീർക്കുന്നു എന്നതാണ് ഈ വീടുകളുടെ പ്രത്യേകത. ഇപ്പോഴും യാറൻ മേഖലയിൽ ഇത്തരം വീടുകളുണ്ട്. ഇതിന്റെയും മേൽക്കൂരയിൽ പുല്ല് വളർത്തുന്നുണ്ടെന്നതാണ് പ്രധാന കാര്യം. നോർവേയിൽ മാത്രം കാണുന്ന പ്രത്യേകതയാണത്. വീണ്ടും തനിനാടൻ കാഴ്ചകളിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്. ശരിക്കും യൂറോപ്പിലെ ഗ്രാമക്കാഴ്ചകൾ വിശദമായി ചിത്രീകരിക്കാൻ ഇത്തരം സ്ഥലങ്ങളിലെ സാധ്യമാവൂ. യഥാർത്ഥ ഗ്രാമത്തിൽ ഇങ്ങനെ നടന്ന് ഓരോ വീടും വിശദമായി ഷൂട്ട് ചെയ്യാൻ അനുവദിച്ചെന്ന് വരില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപത്തെ നോർവേ എങ്ങനെയായിരുന്നെന്ന് അറിയാനുള്ള ഒരവസരം കൂടിയാണിത്. ഹാർഡാങ്കർ എന്ന പ്രദേശത്തു നിന്നും കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ വീടുകൾ. കനം കുറഞ്ഞ സ്ലേറ്റ് പാളിയാണ് മേച്ചിൽ വസ്തു. പടിഞ്ഞാറൻ നോർവേയിലെ ഒരു ട്രഡീഷണൽ ഡിസ്ട്രിക്റ്റാണ് ഹാർഡാങ്കർ. പുരാതന കാലം മുതലേ പഴങ്ങളുടെ ഉൽപാദനത്തിന് പേരുകേട്ട പ്രദേശം. 14-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ ക്രിസ്തീയ സന്യാസിമാരാണ് ഹാർഡാങ്കറിലെ ആളുകളെ കാർഷിക വൃത്തിയിലേക്ക് തിരിച്ചുവിട്ടതെന്നാണ് ചരിത്രം. അക്കാലം മുതൽ അവിടെയുണ്ടായിരുന്ന കാർഷിക ഭവനങ്ങളുടെ നേർചിത്രമാണ് ഇവിടെ കാണാനാവുന്നത്. ഇവിടെ കെട്ടിടത്തിന്റെ മൂലയിൽ ഇങ്ങനെ ഒരു തുറന്ന ഭാഗമുണ്ട്.
പുറത്തെ അടുക്കളയാണ്. തൊട്ടടുത്ത് ഇക്കാണുന്നത് കർഷക കുടുംബത്തിന്റെ ഉറക്കറയായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ തന്നെ എംബ്രോയിഡറിയുടെ ഒരു കേന്ദ്രം കൂടിയായിരുന്നു ഹാർഡാങ്കർ. പുരുഷന്മാർ തോട്ടത്തിൽ ജോലികളിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീകൾ വീട്ടിലിരുന്ന് മനോഹരമായ ലേസ് വർക്കുകൾ നടത്തുന്നതായിരുന്നു 18-ാം നൂറ്റാണ്ട് മുതലുള്ള പതിവ്. സ്വന്തമായ ചില എംബ്രോയിഡറി ടെക്നിക്കുകളും ഈ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു. ഇതുവഴി ഇങ്ങനെ നടക്കുമ്പോൾ കേരളത്തിന്റെ ഭൂപ്രകൃതിയുമായി ഇതിനുള്ള സമാനതയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. നോർവേയുടെ ഹോർദലൻ എന്ന മേഖലയിൽ നിന്നും കൊണ്ടുവന്ന് സ്ഥാപിച്ച കെട്ടിടങ്ങൾക്കരികിലാണ് ഇപ്പോൾ എത്തുന്നത്. അവിടുത്തെ കർഷക ഭവനത്തോട് ചേർന്നുണ്ടായിരുന്ന ഉറക്കറയാണിത്. 1000 വർഷം മുൻപ് തന്നെ ജനവാസമുണ്ടായിരുന്ന പ്രദേശമാണ് ഹോർദലൻഡ്. 14-ാം നൂറ്റാണ്ടോടെ അവിടുത്തെ ആളുകൾ വ്യാപകമായി കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞതായാണ് ചരിത്രം. മറ്റു ഗ്രാമങ്ങളിലേതുപോലെ തന്നെ വിശാലമായ കൃഷിയിടത്തിനു നടുവിൽ ഒരു കർഷക ഭവനം എന്ന രീതി 17-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഹോർദലൻഡിൽ വ്യാപകമായി. 4 മുതൽ 12 വരെ കെട്ടിടങ്ങൾ ഉൾപ്പെടുന്നതായിരുന്നു ഒരു കർഷക ഭവനം. ഗസ്റ്റ് ഹൗസും സ്റ്റോർ ഹൗസും ഉൾപ്പെട്ടതാണ് വലതുവശത്ത് ഇക്കാണുന്ന കെട്ടിടം. ഇടതുവശത്ത് ഫാം ഹൗസ്. കർഷകനും കുടുംബവും വസിക്കുന്ന പ്രധാന വീടാണിത്. ഈ കാർഷിക കേന്ദ്രമെല്ലാം സജീവമായി നിലനിന്ന ഒരു കാലത്തെ മനക്കണ്ണിൽ കണ്ടുകൊണ്ടാണ് എൻ്റെ യാത്ര. വലതുവശത്തെ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തറയിൽ നിന്ന് ഉയർത്തിയാണ് പണിതിരിക്കുന്നത്. അതാണ് സ്റ്റോർ ഹൗസ്. അതിൻ്റെ അങ്ങേയറ്റം ഗസ്റ്റ് ഹൗസായും ഉപയോഗിച്ചു വന്നു. സൺഫ്യോർഡ്, നോർത്ത് ഫ്യോർഡ് എന്നീ ഉൾക്കടലുകളുടെ തീരത്തെ അതേ പേരിലുള്ള ഗ്രാമങ്ങളിലും ഇത്തരത്തിലുള്ള കർഷക വീടുകളാണുള്ളത്. പക്ഷേ മറ്റു മേഖലകളിലെ ഫാം ഹൗസിൽ നിന്നും ഫ്യോർഡുകൾ അഥവാ ആഴമേറിയ ഉൾക്കടലുകളുടെ തീരങ്ങളിലുള്ള കർഷക ഭവനങ്ങൾക്ക് ഒരു വ്യത്യാസമുണ്ടായിരുന്നു. കെട്ടിട കോംപ്ലക്സിന്റെ ഭാഗമായി ഒരു ബോട്ട് ഹൗസ് കൂടി ഉണ്ടായിരുന്നു എന്നതാണത്. എന്നോ വായിച്ചു മറന്ന സ്കാൻഡിനേവിയൻ നാടോടിക്കഥയുടെ പശ്ചാത്തല ഭൂമിയിൽ നേരിട്ടെത്തിയ ഒരനുഭവമാണ് ഇതുവഴി നടക്കുമ്പോൾ എനിക്കുള്ളത്. പരമ്പരാഗത വേഷമായ ബുനാഡ് ധരിച്ച് ചെറുജോലികളിൽ ഏർപ്പെട്ടു നിൽക്കുന്ന സ്ത്രീകൾ, ലെതർ ബൂട്ട്സും കാലുറയും കട്ടിക്കുപ്പായവും അണിഞ്ഞു നിന്ന് കൃഷിയിടത്തിൽ പണിയെടുക്കുന്ന പുരുഷന്മാർ, മേഞ്ഞു നടക്കുന്ന പശുക്കളും ആടുകളും, പുൽക്കുന്നുകളിൽ ഓടിക്കളിക്കുന്ന കുട്ടികൾ. രസകരമാണ് മനസ്സിൽ തെളിയുന്ന ആ ഗ്രാമചിത്രം. 16-ാം നൂറ്റാണ്ടായപ്പോഴേക്കും നോർവേയുടെ കർഷക ഗ്രാമങ്ങളിൽ പുതിയ സാങ്കേതിക വിദ്യകൾ എത്തിയിരുന്നു. ജലപ്രവാഹത്തിനടുത്തുള്ള കൃഷിയിടങ്ങളിൽ വലിയ ജലചക്രങ്ങളുടെ സഹായത്തോടെ ധാന്യം പൊടിക്കുന്ന മില്ലുകളും ഈർച്ച മില്ലുകളുമെല്ലാം പ്രവർത്തിപ്പിച്ചു. ഇത് അത്തരത്തിലുള്ള ഒരു ഈർച്ച മില്ലാണ്. കുറച്ചുകൂടി ചെല്ലുമ്പോൾ ചില വലിയ കെട്ടിടങ്ങൾ കാണുന്നു. മധ്യ നോർവേയിലെ ട്രോണ്ടേലാഗ് എന്ന പ്രദേശത്തെ 1950കളിലെ കാർഷിക ജീവിതത്തിന്റെ കാഴ്ചകളാണ് ഇവിടെയുള്ളത്. അക്കാലമാവുമ്പോഴേക്കും വീടുകളുടെയും സ്റ്റോർ ഹൗസുകളുടെയും എല്ലാം രൂപം ഏറെ മാറിക്കഴിഞ്ഞിരുന്നു. അന്ന് കർഷകർ താമസിച്ചിരുന്ന വീടിന്റെ കാഴ്ചകളാണ് ഈ കെട്ടിടത്തിലുള്ളത്. ഏതാണ്ടൊരു ഫ്യൂഡൽ സ്വഭാവമുള്ള സൗകര്യങ്ങൾ. പട്ടണത്തിലല്ല, ഗ്രാമത്തിലെ ജീവിത സൗകര്യങ്ങളാണിത്. വിശാലമായ മുറികൾ, സമ്പന്നവും പ്രൗഢവുമായ സജ്ജീകരണങ്ങൾ. കർഷകർ തന്നെ തടിയറത്ത് വീടുകൾ നിർമ്മിച്ചിരുന്ന 17-ാം നൂറ്റാണ്ടിൽ നിന്നും വിദഗ്ധ തൊഴിലാളികൾ വീടും ഫർണിച്ചറുകളും ഉണ്ടാക്കുന്ന 20-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്തിലേക്കുള്ള പരിവർത്തന സാക്ഷ്യം കൂടി ഇതിലുണ്ട്. റേഡിയോ, വാഷിംഗ് മെഷീൻ തുടങ്ങി 50കളിൽ യൂറോപ്പിന്റെ ആഡംബര ജീവിതത്തിന്റെ ഭാഗമായിരുന്ന സകലതും ഈ കർഷക ഭവനങ്ങളിലും എത്തിയിരുന്നു. 50കളിൽ കൃഷിയിടത്തോട് ചേർന്നുണ്ടായിരുന്ന ധാന്യപ്പുരയാണ് ഇക്കാണുന്നത്. യന്ത്രവൽകൃത കൃഷിരീതികൾ വ്യാപകമായതോടെ വൻതോതിൽ ധാന്യം സംഭരിക്കേണ്ടതുണ്ടായിരുന്നു. ചെറുകിട കർഷകർ കൃഷിഭൂമി ഉപേക്ഷിച്ച് നഗരങ്ങളിലേക്ക് ചേക്കേറി തുടങ്ങിയ കാലമായിരുന്നതിനാൽ സമ്പന്ന കർഷകർ തങ്ങളുടെ ഭൂവിസ്തൃതി വൻതോതിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു അക്കാലത്ത്. ഹുസ്മാൻ പ്ലാസ് എന്നറിയപ്പെടുന്ന കെട്ടിടങ്ങളാണ് കുന്നിൻ മുകളിൽ കാണുന്നത്. ഹുസ്മാൻ എന്നാൽ പാട്ടക്കാരൻ. 19-ാം നൂറ്റാണ്ട് മുതൽ തന്നെ നോർവേയുടെ പല ഗ്രാമങ്ങളിലും പാട്ടകൃഷി നടന്നിരുന്നു. ഓസ്റ്റർഡാലൻ എന്ന പ്രദേശത്തെ കർഷക വീടുകളാണ് ഇവിടെ കാണുന്നത്.
നോർവേയിലെ ഹെഡ്മാർക്ക് കൗണ്ടിയിലെ ഒരു ട്രഡീഷണൽ ഡിസ്ട്രിക്റ്റാണ് ഓസ്റ്റർഡാലൻ. ധാരാളം കൃഷിയിടങ്ങളുള്ള ഒരു താഴ്വാര പ്രദേശമാണത്. ഓസ്റ്റർഡാലനിലെ കർഷക ഭവനത്തിന്റെ ഭാഗമായിരുന്ന തൊഴുത്താണ് വലതുവശത്ത് ഇക്കാണുന്നത്. ശരിക്കും ഒരു വനമേഖലയാണ് ഓസ്റ്റർഡാലൻ എന്ന പ്രദേശം. കെട്ടിട നിർമ്മാണ രീതി, പരമ്പരാഗത വേഷമായ ബുനാഡ് ധരിക്കുന്നതിൽ പുലർത്തുന്ന നിഷ്കർഷ, സവിശേഷമായ കരകൗശലവിദ്യ എന്നിവ കൊണ്ടെല്ലാം ഇന്നും ശ്രദ്ധേയമാവുന്ന പ്രദേശമാണ് ഓസ്റ്റർഡാലൻ. നോർവേയിലെ കർഷക ജീവിതത്തിന്റെ നേരനുഭവങ്ങളിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്.